ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രാജുവേഷന് ശേഷം അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ് Bcom മാസ്റ്റർ ഓഫ് കൊമേഴ്സ് എന്നുള്ളത്. അക്കൗണ്ടൻറ്റ് പ്രൊഫഷൻ, ടീച്ചിങ് പ്രൊഫഷൻ, അതുപോലെ ഏത് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കോഴ്സാണ് മാസ്റ്റർ ഓഫ് കൊമേഴ്സ് എന്നുള്ളത്. എങ്ങനെയാണ് Bcomന് അഡ്മിഷൻ ലഭിക്കുക എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ Bcom ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരുപാട് കോളേജുകളിലും അതേപോലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും റെഗുലർ ബേസിലും ഡിസ്റ്റൻസ് ബേസിലും Bcom കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ Bcom നിങ്ങൾക്ക് റെഗുലറായിട്ടും ചെയ്യാം, അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടും ചെയ്യാം. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും Bcom പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Bcom എന്ന് പറയുമ്പോൾ Bcomൻ്റെ ഒരു ഹയർ കോഴ്സാണ്. അപ്പോൾ Bcomന് പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് Bcomന് പഠിക്കാനുണ്ടാവും. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സൊന്നുമല്ല. Bcomന് Bcom പാസ്സായ ഏതൊരു വിദ്യാർത്ഥിക്കും Bcom ഈസി ആയിട്ട് പാസ്സാകും. ദാറ്റ് 100% ഷുവർ. അപ്പോൾ Bcom അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്? 50% മാർക്ക് Bcomലോ അല്ലെങ്കിൽ BBAയിലോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് Bcom കോഴ്സിന് ചേരാവുന്നതാണ്. അപ്പോൾ റിസർവേഷൻ ഉണ്ട് എങ്കിൽ ഒരു 5% കൂടിയും കുറയും, 45% മതിയാകും. അപ്പോൾ Bcom ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിരിക്കൽ നിങ്ങൾ Bcom അല്ലെങ്കിൽ BBA കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. ഇനി BA എക്കണോമിക്സ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ചില ഈ കോളേജസ് അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ BA എക്കണോമിക്സ് ആയിരിക്കും Bcom എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില യൂണിവേഴ്സിറ്റിയും കോളേജൊക്കെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BA എക്കണോമിക്സ് എടുത്തവർക്കും എന്ത് ചെയ്യാം, Bcom ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ Bcomൻ്റെ എൻട്രൻസ് എക്സാമിനേഷന് അല്ലെങ്കിൽ Bcom കോളേജുകൾ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? അപ്പോൾ കേരളത്തിലെ മോസ്റ്റ് ഓഫ് കോളേജ് ഓഫർ മെറിറ്റ് ബേസ്ഡ് അഡ്മിഷനാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കേരള MG കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിയിലും മിക്ക കോളേജ് അവരുടെ അഫിലിയേറ്റഡ് കോളേജുകളിലൊക്കെ Bcomൻ്റെ മാർക്ക് അല്ലെങ്കിൽ ഡിഗ്രിയുടെ Bcom BBAയുടെ മാർക്ക് നോക്കിയിട്ട് ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് Bcomന് അഡ്മിഷൻ ലഭിക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡിഗ്രിക്ക് എത്ര മാർക്ക് കിട്ടി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയതുപോലെ തന്നെ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം വഴി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള കോളേജുകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ മെറിറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മിക്ക കോളേജുകളും Bcom അഡ്മിഷൻ തരുന്നത്. എന്നാൽ ചില ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ, ഇപ്പോൾ കാലിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ PGക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഇപ്പോൾ കാലിക്കറ്റ് ആണെങ്കിലും കേരള MG ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം വെക്കുന്നുണ്ട്. ആ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യുകയും അതിൽ കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ എൻട്രൻസ് എക്സാമിൽ നിങ്ങൾ എത്രയാണോ സ്കോർ ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ അത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കാകും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെൻറ്ററിലേക്കാകും അഡ്മിഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ അത് എന്തുണ്ട്, ഇപ്പോൾ രണ്ട് രീതിയിൽ അഡ്മിഷൻ കിട്ടും. ഒന്ന് മെറിറ്റ് ബേസിലും ഒന്ന് എൻട്രൻസ് ബേസിലും. എൻട്രൻസ് ബേസിൽ എന്ന് പറയുമ്പോൾ മിക്കവാറും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലാവും അഡ്മിഷൻ ലഭിക്കുക. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള ചില ഓട്ടോണമസ് കോളേജുകളുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് എക്സാം നടത്തുകയും ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഓട്ടോണമസ് കോളേജുകൾ, അങ്ങനെയുള്ള ഓട്ടോണമസ് കോളേജുകളിലേക്കും അവരുടേതായിട്ടുള്ള ആ കോളേജിൻ്റേതായിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാകും. ആ എൻട്രൻസ് എക്സാം വഴിയാകും ആ ഓട്ടോണമസ് കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് Bcomനാണ് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നിരിക്കെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കേരളത്തിലെ പല കോളേജുകളിലും ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഡിഗ്രിക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അഡ്മിഷൻ കിട്ടും. ഇനി അതല്ല ഡിഗ്രിക്ക് മാർക്ക് കുറഞ്ഞതാണ് എങ്കിൽ
മാർക്ക് കുറവുള്ള കുട്ടികളും എല്ലാവർക്കും 50% മുകളിലുള്ള ഏതൊരു കുട്ടിക്കും വേണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ സെപ്പറേറ്റ് എൻട്രൻസ് വിളിക്കുമ്പോൾ PG എൻട്രൻസ് വിളിക്കുമ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യുകയും അങ്ങനെ PG കോഴ്സ് MCOM കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യും. അതേപോലെ ഈ ഓട്ടോണമസ് കോളേജുകളുണ്ട്. ആ കോളേജിൻ്റെ എൻട്രൻസ് എക്സാം എഴുതിയതിന് ശേഷം അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ എൻട്രൻസ് എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓട്ടോണമസ് കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കും. ഇങ്ങനെ ഈ 3 രീതിയിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. ഇനി നിങ്ങൾ അതർ യൂണിവേഴ്സിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എലിജിബിലിറ്റി എന്ത് തന്നെയാണ്? 50% മാർക്കിൻ Bcom, BBA. Bcomലോ BBAയിലോ 50% മാർക്ക് 50% കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയിലെ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് MCOമിന് അഡ്മിഷൻ കിട്ടും. അപ്പോൾ മിക്ക യൂണിവേഴ്സിറ്റികളും എൻട്രൻസ് എക്സാം വഴിയാണ് ഈ PG കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. MCOം ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് MCOമിന് അപ്ലൈ ചെയ്യാം. MCOം എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. അതേപോലെ BHU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, AMU, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതേപോലെ ഓരോ സ്റ്റേറ്റിനുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. അങ്ങനെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലൊക്കെ നിങ്ങൾക്ക് MCOം അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന എൻട്രൻസ് എക്സാമിലേക്ക് അപ്ലൈ ചെയ്യുകയും ആ എൻട്രൻസ് എക്സാം എഴുതുകയും അതിൻ്റെ സ്കോർ അനുസരിച്ചിട്ട് എൻട്രൻസ് എക്സാമിൽ എത്രയാണോ സ്കോർ നിങ്ങൾക്ക് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെറിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് അതെന്ത് ചെയ്യും? അങ്ങനെ അഡ്മിഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ MCOം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ എൻട്രൻസിന് വിളിക്കുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിഗ്രിക്ക് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ 70% താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെറിറ്റ് ബേസിൽ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ നിങ്ങൾ മറ്റുള്ള യൂണിവേഴ്സിറ്റികളും ഒക്കെ എൻട്രൻസ് വിളിക്കുമ്പോൾ അപ്ലൈ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. അടുത്ത കൊല്ലം നല്ല ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.